And look at this cover and a kick out by Regal. And this young man got to, spend some time with Antonio Inoki. I wouldn't doubt that that wasn't a major influence and had a lot to do with Yoshi being so up for that Battle Royal. Well, the Hall of Fame ceremony the night before WrestleMania has become such a tradition. And look at the class from this year, the class of 2010, as Regal looks to roll Tatsu over onto his shoulders. The $1 Million Man, Ted DiBiase, Mad Dog Vachon, Wendy Richter, Stu Hart, Antonio Inoki, as you mentioned, Gorgeous George. Gorgeous George. Of course, Bob Uecker. Look at Tatsu hanging on. Abhi, TV offer ആയില്ലേ? പരീക്ഷ എടുത്തിട്ട് പഠിക്കണമെന്ന് ഒരു ചിന്തയും നിനക്കില്ലല്ലോ. മണി 9 എടാ ആ TV ഓഫ് ചെയ്യ്. പാലിന്റെ ചൂടാറും മുൻപ് കുടിക്കാൻ നോക്ക് മോനെ. അബി ആ TV ഓഫ് ആക്കിയിട്ട് പോയി കിടന്നേ. As everyone did this past week at WrestleMania, nothing like it. The only shame of it is it only comes. Bob Uecker said out of high school. എടാ മതിയാക്കടാ. Milwaukee Brewers for പറഞ്ഞാലും കേൾക്കില്ല. His dad was upset. It was hard for him to raise that kind of money. Yeah, look at this. Tatsu whipped across the ring. Regal with the high elbow, looking to teach the youngster Tatsu a lesson here. Regal so proficient and punishes his opponents as well. Even when he goes into a cover like that, he's punishing his foe. Skip Sheffield could really learn a lot from his pro Regal. And the thing is that Sheffield, you think, come on, but he wants this guy doesn't have curtains in his house, but he has them in his pickup truck. What's he going to learn from? What's he going to learn from Regal? The thing is, Sheffield he's told me before that he's Cheta, please. Podi onnu. WWE pro. Vidri. Inde lace enna vid. Cheta, please. Vid. Inda Cheta, please. Maaru gotu. Ayyo ende devame. Cheta enne. എന്നും ഇത് തന്നെയാ പരിപാടി. വയറ്റിലോട്ട് പോകേണ്ടത് ഭൂമിക്ക് ദാനം ചെയ്തു. ചേട്ടൻ എന്നെ തള്ളിയിട്ടതാ. ഇവളെ എന്റെ അടുത്ത് വഴക്കൂടാൻ വന്നത്. രണ്ടാളും കൂടി എന്തെങ്കിലുമൊക്കെ കാണിച്ചു വെച്ചോ. ഒരു കഴുതയെ പോലെ പണിയെടുക്കാൻ ഞാനുണ്ടല്ലോ ഇവിടെ. പാല് കുടിക്കാനുള്ള പ്രയാസം ലേസും കുറുക്കരയൊക്കെ എത്ര വേണേലും പോകുമല്ലോ. സ്വഭാവം നിനക്ക് അറിയാമല്ലോ. പിന്നെ എന്തിനാ അവന്റെ അടുത്ത് ചെല്ലുന്നത്? Emotional farewell from Monday Night Raw. Take a look at that. Matter of fact, coming up next. എടാ TV ഒന്ന് ഓഫ് ആക്ക്. എന്തേലും ഒരു അക്ഷരം പഠിച്ചോടാ നീ. ഇരിപ്പ് കണ്ടില്ലേ അവന്റെ? പരീക്ഷ എടുത്തിട്ട് വല്ലതും പഠിക്കണമെന്ന് വിചാരമുണ്ടോ? എടാ അതൊന്ന് ഓഫ് ചെയ്യാൻ. നിന്നോടല്ലേ പറഞ്ഞു ഓഫ് ചെയ്യാൻ. എന്നിട്ട് പോടാ. പറഞ്ഞാൽ അനുസരണയില്ലാത്തൊരു ചെറുക്കൻ. അമ്മേ, പേരമരത്തിലിരുന്നൊരു അണ്ണാകുഞ്ഞിനെ ചേട്ടനിന്ന് കല്ലെറിഞ്ഞു. ചേട്ടന് നല്ല ഉന്നമാണെന്നാ കൂട്ടുകാര് പറയുന്നത്. ഏറു തലയ്ക്കു തന്നെയാ കൊണ്ടത്. അത് ചത്തുപോയി. അതിനെയും കൊണ്ട് അവരെല്ലാവരും എച്ചമ്മിന്റെ അടുത്ത് പോയി. രമറ്റീച്ചറിന്റെ കയ്യിൽ നിന്ന് നല്ല തല്ല് കിട്ടി. ഈശ്വരാ, ഈ പാവമൊക്കെ നീ എവിടെ കൊണ്ട് വെക്കും? പല്ലി, പാറ്റ, ഓന്ത. ഒരു ദിവസം ഒന്നിനെങ്കിലും കൊല്ലാതെ നിനക്ക് സമാധാനം ഉണ്ടാവില്ലല്ലോ. എന്താടാ നീ നന്നാവാത്തെ? Brought up fighting in the streets of Blackpool, England. As a teenager, the Cardinals there. Thompson trying to fight. നിന്നെ ശരിയാക്കുന്നുണ്ട്. അബി, ഇന്നെങ്കിലും ആരുടെയും പരാതി ഒന്നും കേൾപ്പിക്കല്ലേടാ. ആരുടെയും ഒന്നും നശിപ്പിക്കല്ലേ മോനെ. കേട്ടോ, നല്ല കുട്ടിയായിരിക്കണേ. ശരി. എല്ലാ വിഷയത്തിനും എ ഗ്രേഡ് വാങ്ങിയ ഞാൻ അച്ഛനോട് പറഞ്ഞൊരു നല്ല സമ്മാനം വാങ്ങിത്തരുന്നു. അമ്മ നോക്കോ, ഇപ്രാവശ്യം ഞാൻ തീർച്ചയായും എ ഗ്രേഡ് വാങ്ങും. ബൈ ബൈ.
ഇന്ന് നിന്നെ പിടിച്ചിട്ട് തന്നെ കാര്യം. എന്താ ചേട്ടാ ആ പൂച്ചക്കുട്ടിയെ വെറുതെ വിട്. ചേട്ടാ രാവിലെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നോ? ചേട്ടാ ബെല്ലടിക്കാൻ സമയമായി, വാ പോകാം. ആ ദേവോ, ചേട്ടൻ ഇപ്പോഴൊന്നും വരുമെന്ന് തോന്നില്ല. ഞാനും വരികയാ, വാ പോകാം. ആ പോട്ടെ. മൊത്തം ചെളിയായി. മക്കൾ എത്തിയോ? ചേട്ടൻ ഇന്ന് കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ മോളു. അഭി, എന്താ ഇത്? നിന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. ഇവിടെ നിന്നിറങ്ങിയപ്പോ ഞാൻ പറഞ്ഞതല്ല നീ മറന്നോ? എടാ നിന്നോടാ ചോദിച്ചത്. ഇന്ന് എന്താ അവിടെ സംഭവിച്ചത്? ആ ചെല്ലേ, ആ മിണ്ടാപ്രാണിയും കൂടെ കൊല്ലേ. എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല. വേഗം കഴിക്കാൻ നോക്ക്. എന്താ ഇന്ന് സ്കൂളിൽ സംഭവിച്ചത്? എന്ത് ചോദിച്ചാലും ഒന്നും മിണ്ടില്ല. പഠിച്ച കള്ളനാ, പെരും കള്ളൻ. അച്ഛൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ടല്ലേ നിനക്ക് ഇത്ര അഹങ്കാരം? അച്ഛൻ ഫോൺ ചെയ്യുമ്പോൾ ഞാൻ എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവധിക്ക് വരുമ്പോ നിനക്കൊരു സാധനവും കൊണ്ടുവരണമെന്ന് ഞാൻ പറയും. നോക്കിക്കോ. മോള് കഴിച്ചോ? മോള് പറ, ഇന്ന് എന്താ സ്കൂളിൽ സംഭവിച്ചത്? ചേട്ടനൊരു കൂട്ടുകാരനുമായി വഴക്കിട്ടെന്നാ അശ്വതി ചേച്ചി പറഞ്ഞത്. ചേട്ടന് നല്ലത് കിട്ടി. സ്കൂളിൽ പൂന്തോട്ടത്തിലെ ചെടി നശിപ്പിക്കുകയും പൂ പറിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനാ വഴക്കായത്.
എടാ പച്ചക്കുതിര, നിന്നെ ഞാൻ പിടിച്ച് നിന്റെ കൈയും കാലും കീറിയെടുക്കും. നോക്കിക്കോ. ശരാ. ഇവന്റെ കാര്യം കൊണ്ട് തോറ്റു. എന്താടാ കാണിച്ചേ? നീ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട. അഭിനവ്, നീ എന്താണ് കാണിക്കുന്നത്? നീ പോടാ. ഞങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തിയ ചെടിയാ. കമ്പൊടിച്ചെന്ന് ഞാൻ ടീച്ചറിനോട് പറഞ്ഞു കൊടുക്കും. നോക്കിക്കോ. നീ പോടി. നിന്നെ ഞാൻ പോടാ. നീ തള്ളിയല്ലേ? നീ ഞങ്ങളുടെ ചെടി നശിപ്പിക്കല്ലേടാ. ഞാനല്ല സാറേ, ഞാൻ നോക്കിക്കോ. ഇവനാ സാറേ. അയ്യോ, എന്റെ ബാർബി ഡോൾ. അവളുടെ ബാർബി ഡോൾ കൊണ്ടുപോടി. അയ്യോ അമ്മ, ഒന്നിങ്ങ് വന്നേ. അമ്മ, എന്റെ ബാർബി ഡോൾ. എന്താ ഇത്? അബി, എല്ലാം നശിപ്പിക്കാനേ നിനക്കറിയാവൂ. നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. നിന്നെ പോലെയല്ലേ ഇവളും. ഇവളെ കണ്ട് പഠിച്ചൂടെ നിനക്ക്? എന്തായാലും നാളെ നിന്റെ ടീച്ചറിനെ കാണാൻ ഞാൻ വരുന്നുണ്ട്. കരയാതെ മോള് വാ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. പ്രോജക്റ്റ് കൊണ്ടുവന്നില്ലേ? അതിന്റെ ബാഗിലാ. നന്നായിട്ടുണ്ട്. താങ്ക് യു ടീച്ചർ. അഭിരാമിയോ? ഇരിക്ക്. ടീച്ചർ, അഭിനവ് ഇപ്പൊ എങ്ങനെയുണ്ട്? ഓരോ ദിവസം ഓരോ പരാതികളാ. ഇന്നലത്തെ വേഷം കണ്ടില്ലേ? അഭിനയം എല്ലാം വന്ന് പറയും. നാണക്കേട് ഓർത്താ ഞാൻ വരാത്തെ. വീട്ടിൽ വന്നാലും ഇത് തന്നെ സ്ഥിതി. പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തു. അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും കാണില്ലായിരുന്നു അല്ലേ? മരുഭൂമി കിടന്ന് കഷ്ടപ്പെടുന്ന അദ്ദേഹത്തെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി ഞാൻ ഒന്നും പറയാറില്ല. അവന്റെ സ്വഭാവം ഒന്ന് മാറിക്കിട്ടാൻ എത്ര അമ്പലങ്ങളിൽ എത്ര നേർച്ചകളാ ഞാൻ നേർന്നോന്നറിയാമോ? സ്വഭാവം മാറാൻ നേർച്ച നേർന്നിട്ട് വല്ല കാര്യമുണ്ടോ? വലുതാവുന്നതനുസരിച്ച് അവന്റെ സ്വഭാവം മാറുമെന്നാ ഞാൻ കരുതിയേ. പക്ഷെ വലുതാവും തോറും വഷളത്തരം കൂടുന്നല്ലാതെ. കരഞ്ഞിട്ടെന്താ കാര്യം? എന്തും നശിപ്പിക്കണം, എല്ലാരെയും ഉപദ്രവിക്കണം, ഇത് മാത്രമേ ഉള്ളൂ ടീച്ചർ അവന്റെ ചിന്ത. വിഷമിക്കാതിരിക്കേ. അവന് ചട്ടമ്പിത്തരം കുറച്ചധികമാണെങ്കിലും ആടുമെടുക്കന. നമുക്ക് നോക്കാം, നേരെയാക്കി എടുക്കാം. അഭിരാമി ധൈര്യമായിട്ടിരിക്കൂ. ഞാൻ കുറെ നാളായി അഭിനവിനെ കുറിച്ച് തന്നെ ആലോചിക്കുന്നത്. ചില വഴികളൊക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അഭിരാമി വിഷമിക്കാതെ പൊക്കോളൂ. വരട്ടെ ടീച്ചർ. അതാരാ ടീച്ചർ? അത്
സൗമ്യ, ഈ ബുക്കും പേനയും എടുത്ത് എഴുതാമോ? മഞ്ഞപ്പൂക്കൾ നിറഞ്ഞല്ലോ, വരവായി വിഷു വരവായി, മഞ്ഞ ഉടുപ്പണിയുമ്പോൾ പച്ച ഉടുപ്പ് എവിടെ പോയി, നിന്റെ പച്ച ഉടുപ്പ് എവിടെ പോയി? മഞ്ഞപ്പൂക്കൾ നിറഞ്ഞല്ലോ, വരവായി വിഷു വരവായി, മഞ്ഞയുടുപ്പണിയുമ്പോൾ പച്ചയുടുപ്പ് എവിടെ പോയി, നിന്റെ പച്ചയുടുപ്പ് എവിടെ പോയി? കൊള്ളാം, നന്നായിട്ടുണ്ട്. നേഹ മിടുക്കിയാണ്. അഭിനവ്, നേഹ ഒന്ന് സഹായിച്ചൂടെ? എങ്ങനെ സഹായിക്കും? ആ കുപ്പിയെടുത്ത് വെള്ളം നിറച്ച് നേഹയ്ക്ക് കൊടുത്തൂടെ? ആ ശരി. ശോ,